ഹേ ഗൈസ്, രഞ്ജിത്ത് ഹിയർ. സോ നമ്മളിന്ന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയോ ഒന്നുമല്ല ഡിസ്കസ് ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ വലിയ ഒരു ജേണിയാണ്, ഒരു പ്രിപ്പറേഷൻ ജേണിയാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. മിഷൻ LDC 2027. കേരള PSC എക്സാമിനേഷൻസ് ടാർഗറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഓപ്ഷൻസിലൊന്നാണ് LDC എന്ന് പറയുന്നത്. സോ അങ്ങനെ LDC 2027 ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറെടുക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിന് വേണ്ടിയുള്ള ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ജേണിയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഡേ 1 മുതൽ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ആ പ്രിപ്പറേഷൻ ജേണി, അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡൻസും അസിസ്റ്റൻസും ആയിരിക്കും ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. ബേസിക്കലി പ്രിപ്പറേഷൻ എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ ഈ പ്രിപ്പറേഷൻ ജേണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ജേണിയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. സോ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനോട് കൂടി LDC 2027 ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിറൻ്റാണ് നിങ്ങളെങ്കിൽ വെൽക്കം ടു മിഷൻ LDC 2027. യുവർ ജേർണി സ്റ്റാർട്ട്സ് ടുഡേ ഫ്രം ഡേ 1 ടു ദി റാങ്ക് ലിസ്റ്റ്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം, അതിനുശേഷം പഠിക്കാം. ഇപ്പോൾ LDC എക്സാമിനേഷൻ എന്ന് മാത്രമല്ല, മറ്റേതൊരു പരീക്ഷയാണെങ്കിലും പൊതുവിൽ വരുന്ന ഒരു ചിന്തയാണത്. എന്നാൽ അങ്ങനെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബബ്ലി ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. കാരണം വളരെ സിമ്പിളാണ്. ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഈ LDCയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു ഘട്ടത്തിൽ പഠനം തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി, ഈ ഒരു ഘട്ടത്തിൽ പഠനം ആരംഭിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, ആ നോട്ടിഫിക്കേഷൻ വരുന്ന ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും ഒരേ സ്ഥാനത്തായിരിക്കില്ല. വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കും. ആ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈമാണ്. ടൈം ഈസ് യുവർ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. കാരണം വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രിപ്പറേഷൻ തന്നെ ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എന്നുള്ളത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്ന ഒന്നാണ്. അതായത് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കുക എന്നതിനപ്പുറത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്കാണ് വളരെ കോൺഫിഡൻസോടുകൂടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ എക്സാമിനേഷൻ എത്തുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ ഒരു പ്രഷർ അല്ല ഉണ്ടാവേണ്ടത്, മറിച്ച് ആ ഒരു കോൺഫിഡൻസ് ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ഏർലി ആൻഡ് സ്റ്റേ എഹെഡ് ഓഫ് ദ കോമ്പറ്റീഷൻ. കഴിഞ്ഞ 8 വർഷമായി വിവിധ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഞാൻ ഗൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മെൻറ്റർ ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. ഈ പ്രിപ്പറേഷൻ വളരെ നേരത്തെ തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് അവർക്ക് വളരെ വലിയൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളുണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പേസിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ അവർക്ക് സാധിക്കും. സോ അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എക്സാമിനേഷൻ എത്തുന്ന ആ ഒരു ഘട്ടത്തിലൊക്കെ മേ ബി ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ മുൻപ് പ്രിപ്പറേഷൻ ചെയ്തു തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിവിഷൻ ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ പ്രിപ്പറേഷൻ പോളിഷ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യുന്ന ആളുകൾ പിന്നീടും സമാന നിലവാരത്തിലോ അല്ലെങ്കിൽ അതിലും ഉയർന്ന നിലവാരത്തിലോ ഉള്ള എക്സാമിനേഷൻസ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ LDC എക്സാമിനേഷൻ എന്നല്ല, ഏതൊരു എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണിത്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു പേസിൽ കംഫർട്ടബിളായി പഠിച്ച് മൾട്ടിപ്പിൾ ടൈംസ് ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ LDC 2027 വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഈ കോമ്പറ്റീഷനിൽ മുന്നിലെത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. സോ സ്റ്റാർട്ട് ഏർലി ആൻഡ് സ്റ്റേ എഹെഡ് ഓഫ് ദി കോമ്പറ്റീഷൻ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വാട്ട് യു വിൽ ഗെറ്റ് ഫ്രം ദിസ് പർട്ടിക്കുലർ മിഷൻ. പല ആസ്പിറൻസിനും പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള വളരെ കാര്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കാര്യങ്ങളൊക്കെ വളരെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ കൺഫ്യൂഷനാണ് നമ്മൾ ഈ ഒരു മിഷൻ വഴി സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് മിഷൻ LDC 2027 ഭാഗമായിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാരിറ്റി ലഭിക്കും. അതായത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, കൂടാതെ പ്രിപ്പറേഷൻ്റെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഓരോ സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ റോഡ് മാപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ലഭിക്കുക. സോ അങ്ങനെ പ്രിപ്പറേഷനിൽ ആ ഒരു ഡയറക്ഷൻ നഷ്ടപ്പെടാതെ എക്സാമിനേഷൻ ഡേ വരെ, ആ ഒരു സമയത്ത് വരെയുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. സോ ഇത് ജസ്റ്റ് അനദർ വീഡിയോ സീരീസ് എന്ന രീതിയിലല്ല ഞാൻ ഇതിനെ കാണുന്നത്, ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ജേണി ആയിട്ടാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് ലഭിക്കുന്ന ഒരു പ്രിപ്പറേഷൻ ജേണി ആയിരിക്കും ഇത്. ആൻഡ് നൗ ഹൗ ടു ബി പാർട്ട് ഓഫ് ദിസ് ജേണി. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ഒരു മിഷൻ്റെ ഭാഗമാവുക എന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മിഷൻ LDC 2027 വേണ്ടി നമ്മൾ സ്പെസിഫിക് ആയിട്ട്
ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുക. ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്യൂച്ചർ വീഡിയോസ് മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റെഫറൻസ് മെറ്റീരിയലുകൾ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. സോ ജോയിൻ ദി PSC പാഠശാല ടെലിഗ്രാം കമ്മ്യൂണിറ്റി. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കോമൻസിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സ്റ്റേ കണക്റ്റഡ് ത്രൂ ഔട്ട് ദ ജേണി. അതായത് ഈ ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ആ ഡയറക്ഷൻ നഷ്ടപ്പെടാതെ, കൺസിസ്റ്റൻസി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ ഒരു മിഷനോടൊപ്പം കണക്റ്റഡ് ആയിട്ട് തുടരുക എന്നുള്ളതാണ്. അത്രമാത്രമാണ് ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയുടെ ഭാഗമാവാൻ നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കുക എന്നത്, അല്ലെങ്കിൽ ഒരു LDC പോലെയുള്ള ഒരു പരീക്ഷയിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വളരെ ഉയർന്ന ഒരു റാങ്ക് നേടുക എന്നുള്ളത് ഈ എക്സാമിനേഷൻസ് ലക്ഷ്യം വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അത്തരത്തിലുള്ള ഒരു ആസ്പിറേഷനും അച്ചീവ്മെൻറ്റിനും ഇടയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ഷനാണ്. അതായത് ആ ഒരു ആസ്പിറേഷനെ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റായിട്ട് നമ്മൾക്ക് മാറ്റണമെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. എപ്പോഴും ഈ വിജയം പരാജയം എന്നുള്ളൊരു കാര്യം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ടാലൻറ്റിൽ അല്ലെങ്കിൽ ആ കഴിവിലുള്ള വ്യത്യാസം കൊണ്ടൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ശരിയായ സമയത്ത് നമ്മൾ എടുക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി, അതിനെയാണ് പ്രധാനമായിട്ടും ആ ഒരു വിജയം എന്നൊരു കാര്യം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഈ ഒരു എക്സാമിനേഷന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കും, ആ ഒരു പ്രിപ്പറേഷൻ ജേണി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യം. സോ നിങ്ങളുടെ ഒരു ഡേ 1 ആയിട്ട് ഈ ഒരു ദിവസത്തെ തന്നെ കണക്കാക്കുക. നിങ്ങൾ ഈ ഒരു തീരുമാനമെടുക്കുന്ന ഈ ഒരു ദിവസത്തെ തന്നെ കണക്കാക്കുക. കാരണം ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ നമ്മൾ അത്തരത്തിലുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ വളരെ ഉയർന്ന റാങ്കിൽ എത്തിച്ചേരുന്ന അത് സംഭവിക്കുന്ന ആ ഒരു കാര്യം സംഭവിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷനിൽ നിന്നുമാണ്. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുഡേ. സോ ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട് വി ആർ വൈൻഡിങ് അപ്പ് ടുഡേസ് വീഡിയോ. So thank you so much for watching this particular video, and I'll see you guys in the next one.